അസ്സലാമു അലൈക്കും. ഇവിടെ ഞാനിപ്പോൾ യു എയിലുള്ളത്. ഇവിടെ ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഈ കൈ കെട്ടാതെ നിസ്കരിക്കുന്നുണ്ട്. അതെന്താണ്? അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് വിശദീകരിക്കാൻ. അസ്സലാമു അലൈക്കും. ഹലോ, ഇവിടെ ചില ആളുകൾ നിസ്കരിക്കുമ്പോ കൈ കെട്ടാറില്ല. അതെന്താന്ന് ചോദിച്ചാല് അതൊക്കെ അങ്ങനെ ഞാൻ പറയുന്നത് ഇവിടെന്ന് വെച്ചാൽ എവിടെയെന്ന് മനസ്സിലാവണില്ല. ഇനി എവിടെയെന്ന് മനസ്സിലായെങ്കിൽ തന്നെ ചില ആൾക്കാർ ആരാന്ന് അതും മനസ്സിലാവണില്ല. പിന്നെ ഒരു കൈയ്യട്ടാത്ത എന്താന്ന് ഇപ്പൊ ഞമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒമാനിൽ ഒരു പ്രത്യേക മദ്ഹബുണ്ട്. അവിടെ ഉള്ളവര് കൈയ്യട്ടൂല. യു എയില് ഓക്കെ, അത് പറയാം. സാധ്യത ഞാൻ പറയാം. ഇതിലൊക്കെ സാധ്യതയെ പറയാൻ പറ്റുള്ളൂ, അതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു കൈയ്യട്ടാത്തെന്നാണ് ഓലാണല്ലോ പറയേണ്ടത്. ഞാൻ എന്താ കൈയ്യട്ടാത്തതെന്ന് ഞാൻ പറയുമ്പോഴേ അത് ഉറപ്പാകുള്ളൂ. അവര് കെട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മാലിക്കി മദ്ഹബിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നിസ്കാരത്തിൽ കൈ കെട്ടണോ വേണ്ടയോ അതിൽ രണ്ട് അഭിപ്രായമാണ് മാലിക്കി മദ്ഹബിലുള്ളത്. ഒരു അഭിപ്രായ പ്രകാരം കൈ താഴ്ത്തിയിടണം എന്നാണ്. അപ്പൊ അങ്ങനെ കൈ കെട്ടാതെ നിസ്കരിക്കുന്നവരുണ്ടാവും. മാലിക്കി മദ്ഹബിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതനുസരിച്ച് ചെയ്യുന്നതാകാം എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റിയ സാധ്യത. യു എയിൽ മാലിക്കി മദ്ഹബാണുള്ളത്. മനസ്സിലായില്ലേ? യു എയിൽ എന്താ ഉള്ളത്? മാലിക്കി മദ്ഹബാണുള്ളത്. അതുകൊണ്ട് അത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഇനിയിപ്പോ ആരും ചോദിക്കാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൈയ്യെട്ടണ വിഷയം കുറച്ചൊന്ന് പറയാം. ഈ കൈയ്യെട്ടണ വിഷയത്തിനാണ് കൂടെ നമ്മൾ ആദർശത്തിക്കൊണ്ട് വരട്ടെ കേട്ടാ. അപ്പോ എന്താണ് നിസ്കാരത്തില് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും അച്ചടക്കമുണ്ടാകേണ്ട ഒരു ഇബാദത്താണ് നിസ്കാരം. അതിലാർക്കും തർക്കമില്ല. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം, പൂർണ്ണമായ ശുദ്ധി ഉണ്ടാകണം, അതുപോലെ തന്നെ അച്ചടക്കത്തിൽ വസ്ത്രം ധരിച്ചിരിക്കണം. അതിനുള്ള ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞത് അത് വേണം. ആ നിൽക്കുമ്പോ നൃത്തത്തിനുമുണ്ട് ഒരു അച്ചടക്കത്തിന്റെ രീതി. അതാണ് കൈ കെട്ടി നിൽക്കണം. കൈ കെട്ടി നിൽക്കണം. അതാണ് ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം. മാലിക്കി മദ്ഹബിലെ ഒരഭിപ്രായം അനുസരിച്ചാണ് കൈ താഴ്ത്തിയിടണം. അങ്ങനെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ, കൈ താത്തിയിട്ടുണ്ട്. ആ അച്ചടക്കമാണ് മാലിക്കി മദ്ഹബ് മുന്നോട്ട് വെക്കുന്നത്. അതേ സ്ഥാനത്ത് കൈ കെട്ടുമ്പോൾ എങ്ങനെ കെട്ടണം എന്ന വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈ കെട്ടണം എന്ന് പറയുന്നു. അതേ സ്ഥാനത്ത് ഹനഫി മദ്ഹബിൽ പൊക്കിളിന്റെ താഴെ കൈ കെട്ടണം എന്നും പറയുന്നു. നിസ്കാരത്തിൽ പൊക്കിളിന്റെ താഴെ കൈകെട്ടലാണ് സുന്നത്ത് എന്ന ആശയം വരുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ് ഹനഫി മദ്ഹബ് അതിന് തെളിവായി പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് അതിനേക്കാൾ പ്രബലമായ മറ്റു ചില ഹദീസുകളെ അവലംബിച്ചുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബും ഹംബലി മദ്ഹബും നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലാണ് കൈകെട്ടാൻ സുന്നത്തുള്ളത്, അല്ലാതെ പൊക്കിളിന്റെ താഴെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരെന്താ മനസ്സിലായി? നിസ്കാരത്തില് കൈ എന്ത് ചെയ്യണം? നിസ്കാരത്തിന്റെ ഖിയാമില് കൈ എന്ന് പറയുന്നത് ചുരുക്കാവി പറഞ്ഞു കേട്ടോ. നിസ്കാരത്തില് കൈ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത്. എണ്ണി ഒന്ന് കൈ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കെട്ടണം. അല്ലെ? ഇത് ശരിക്കും പഠിച്ചോളി, ഒരു ചർച്ച നടക്കല്ലേ, അവിടെ പഠിക്കന്നെ. രണ്ടാമത്തത് കൈ പൊക്കിളിന്റെ താഴെ കെട്ടണം. രണ്ടഭിപ്രായം. ഇനി മൂന്നാമത്തെ അഭിപ്രായം എന്താണ്? കൈ കെട്ടാതെ ഇരു കൈകളും താഴ്ത്തിയിടണം, ഇർസാല് ചെയ്യണം. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളാണ് മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ മലയാളികളായ ശ്രോതാക്കൾക്ക് എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായെന്നോട് അടുക്കി. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ മൂന്ന് അഭിപ്രായമാണ് മുസ്ലിം ലോകത്ത് കഴിഞ്ഞ കാല ഇമാമിയങ്ങൾക്കും പണ്ഡിതന്മാർക്കും എല്ലാം ഉള്ളത് എന്ന് പറയുമ്പോൾ മലയാളികളായ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിവരമുണ്ട്.
അതെന്താണ്? നെഞ്ചിന് മുകളിൽ കൈ കെട്ടണം എന്നൊരഭിപ്രായം ഇസ്ലാമിൽ ഇല്ല തന്നെ. മനസ്സിലായോ? അതന്നെ ഡേഞ്ചറിന്റെ പോലെ എന്തില്ല ഇസ്ലാം. അങ്ങനെ ഒരു അഭിപ്രായം തന്നെ മുസ്ലിം ലോകത്ത് 1300-ലധികം കാലം ഉണ്ടായിട്ടില്ല. അപ്പൊ ഡേഞ്ചർ കെട്ട് ഇസ്ലാമിലില്ല. നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടുക എന്നത് ഒന്ന് ഇസ്ലാമിലില്ല. അതേ സ്ഥാനത്ത് നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടണം എന്ന് ആരാണ് പറഞ്ഞത്? നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടണം എന്ന് ആരാണ് പറഞ്ഞത്? നെഞ്ചിനു താഴെ കൈ കെട്ടുന്നതിനെ കുറിച്ച് കേരളത്തിലെ മുജാഹിദ് പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന സലാം സുല്ലമിയുടെ പുസ്തകത്തിൽ അയാൾ പറയുന്നു, KNM ഇറക്കിയ പുസ്തകമാണിത് കേട്ടോ, എഴുതിയത് സലാം സുല്ലമിയാണ്, KNMന്റെ ഔദ്യോഗിക പുസ്തകമാണ്. അതിൽ അവർ എഴുതുന്നു, നിസ്കരിക്കുമ്പോൾ വയറിന്മേൽ ചിലർ കൈ കെട്ടുന്നു, മറ്റു ചിലർ പൊക്കിളിനു താഴെ അടിവയറിന്മേൽ കൈ കെട്ടുന്നു, ഇവയെല്ലാം തന്നെ നബി ചര്യക്കെതിരാണ്. ഇത് മുസ്ലിമീങ്ങളിലെ അനാചാരങ്ങൾ എന്ന ബുക്കിൽ എഴുതിയതാ. അപ്പൊ ചിലർ എന്ന് പറഞ്ഞ ചിലർ ആരാണ്? ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ മുസ്ലിം നിസ്കരിക്കുമ്പോൾ ചിലർ വയറിന് മേൽ കൈ കെട്ടുന്നു. അതാരെ കുറിച്ചായി ചിലർ എന്ന് പറഞ്ഞത്? വയറിന് മേൽ എന്ന് പറഞ്ഞാൽ നെഞ്ചിന് താഴെ കെട്ടുന്ന ഷാഫി മദ്ഹബുകാരെ കുറിച്ചും അതുപോലെ തന്നെ ഹംബലി മദ്ഹബുകാരെ കുറിച്ചുമാണ് ചിലർ വയറിന്മേൽ കൈ കെട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റു ചിലർ പൊക്കിളിന് താഴെ അടിവയറിന്മേൽ കെട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? അത് ഹനഫി മദ്ഹബിനെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയണ് അത് രണ്ടും നബിചര്യക്കെതിരാണ്. അത് രണ്ടും നബിചര്യക്കെതിരാണ്. അപ്പൊ പിന്നെ നബിചര്യ ഏതാ? നമ്മളെ പഠിക്കുക. അതിന് നബിചര്യ ഏതാ? ഒരു കാര്യം നബിചര്യക്ക് എതിരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നബിചര്യ ഏതാന്ന് കൂടി പറയണ്ടേ. നബിചര്യ ഏതാണെന്ന് പോലെ തന്നെ പറയുന്നുണ്ട്. മദ്രസയിൽ കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ തന്നെ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടേണ്ടത് നെഞ്ചിന്റെ മുകളിലാണ് എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടണം എന്ന വാദം മുസ്ലിം ലോകത്ത് ആദ്യം ഉന്നയിച്ചത് കേരളത്തിലെ മുജാഹിദുകളാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതിന്റെ കാരണത്തെ കുറിച്ച് പഠിക്കാം. എന്താണ് ഇതിന്റെ കാരണം? ഷാഫി ഇമാമ്, അബൂ ഹനീഫ ഇമാമ് ഹിജറ 80-ൽ ജനിച്ചവരാണ്. അബൂ ഹനീഫ ഇമാം ഹിജറ 150-ൽ ജനിച്ചവരാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അല്ലെ? അപ്പൊ ഹിജറ 80-ൽ ജനിച്ച അബൂ ഹനീഫ ഇമാമ് പറഞ്ഞ അഭിപ്രായത്തിനെതിരെ പറയാൻ, അതുപോലെ തന്നെ ഹിജറ 180-ൽ ജനിച്ച ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെതിരെ പറയാം. ഹിജറ 93-ൽ ജനിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെതിരെ പറയാൻ, ഹിജറ 164-ൽ ജനിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് എതിരെ പറയാൻ. കേവലം 4 ഇമാമിങ്ങൾ പറഞ്ഞതല്ല, ഈ 4 ഇമാമിങ്ങളെ പിന്തുടർന്ന് മതനിയമങ്ങൾ സ്വീകരിക്കുന്ന ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും പറയുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന അഭിപ്രായങ്ങൾക്കെതിരെ പറയാൻ കേരളത്തിലെ മുജാഹിദുകളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഇതൊരു ചോദ്യമാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്താണ് അങ്ങനെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്കറിയോ? എന്താണ് അങ്ങനെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്കറിയോ? ഞാൻ പറയാം, കേട്ടോളൂ. മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പറഞ്ഞത്. അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിൽ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം, ഇബ്നു അബ്ദുൽ വഹാബ് എന്നല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിച്ചോളി. നമ്മുടെ കേരളക്കരയിൽ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ അറബി സ്കൂളിൽ കൊണ്ടുവന്നപ്പോ അറബി പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടാനില്ല. അന്ന് സർക്കാർ ചില എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ട് അറബി പഠിക്കാൻ പറ്റിയ അധ്യാപകന്മാരെ നിയമിക്കാൻ തുടങ്ങി. അവർക്കാണ് അറബി മുൻഷികൾ എന്ന് പറയുന്നത്, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ? അറബി മുൻഷിമാര് എന്ന് പറഞ്ഞവർക്കാണ്. അതെ. അപ്പൊ ഈ അറബി മുൻഷിമാര് സ്കൂളിൽ പോയിട്ട് സർക്കാർ ഉദ്യോഗം സ്വീകരിച്ച് സ്കൂളിൽ ചെന്ന് അറബി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ മുൻഷിമാർക്ക് തോന്നി, പടച്ചോനെ, കേരളത്തിലെ ജനങ്ങൾക്ക് അറബി പഠിപ്പിക്കണ പണിയാണല്ലോ ഞമ്മക്ക്. കേരളത്തിലെ ജനങ്ങൾക്ക് അറബി പഠിപ്പിക്കണ പണിയാണല്ലോ ഇപ്പൊ ഞമ്മക്ക്.
അപ്പൊ നമ്മൾ ചില്ലറല്ലല്ലോ. നമ്മൾ പഠിപ്പിക്കണ ഭാഷ എന്താ? അറബി. ഈ അറബിയിലാണല്ലോ ഖുർആനും സുന്നത്തും ഉള്ളത്, അല്ലേ? അറബിയിലാണല്ലോ ഖുർആനും സുന്നത്തും ഉള്ളത്. ഈ ഖുർആനും സുന്നത്തുമുള്ള അറബിയിലെ നാം അതിന്റെ ടീച്ചർമാരും അധ്യാപകരുമാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറബി പഠിപ്പിക്കണ ഞമ്മക്ക് എന്തേ ഖുർആനും സുന്നത്തും അറബിയിലല്ലേ, അതൊന്നുകൊണ്ട് അർത്ഥം വെച്ചു കൊടുത്താല് എന്ന് ആർക്ക് തോന്നി? അറബി മനുഷ്യർക്ക് തോന്നി. അങ്ങനെ ഖുർആനും സുന്നത്തും അറബി മനുഷ്യകൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ ഓരോ കാര്യം പരിശോധിച്ച് വരുമ്പോ അറബി മനുഷ്യകൾ, ഞാൻ പല ഉദാഹരണങ്ങളും പറയണില്ല, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം നിസ്കാരത്തിലെ കൈകെട്ടുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം ഇപ്പൊ ചർച്ചക്കെടുക്കട്ടെ. ആ വിഷയവും അറബി മനുഷ്യകളുടെ പഠനത്തിന് വിധേയമായി. അപ്പൊ അറബി മനുഷ്യകൾ എന്താ തീരുമാനിച്ച്? ഹദീസും ആയത്തും പരിശോധിക്കണം. ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഉള്ളൂ, അത് പരിശോധിക്കണം. ഖുർആനും സുന്നത്തും പരിശോധിച്ചു നോക്കുമ്പോ വൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നാണ് ആയത്തിലുള്ളത്. വല്ലതിലും നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്നാ. അപ്പൊ തർക്കമുണ്ടായ ഞങ്ങൾ എന്താ നോക്കേണ്ടത്? അള്ളാഹു ഖുർആനിൽ എന്ത് പറഞ്ഞു, റസൂലുള്ള സുന്നത്തിലൂടെ എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കിയാൽ മതി. അതിന്റെ അപ്പുറം ആരെന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കേണ്ടതില്ല എന്ന ഒരു ചിന്ത നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് മുൻഷിമാർക്ക് അഹങ്കാരമുണ്ടായ കാലം മുതലാണ്. ഞാൻ വെറുതെ പറയല്ല. അങ്ങനെ മുൻഷിമാരെന്ത് തീരുമാനിച്ച് ഓരെ അറബി പാണ്ഡിത്യം വെച്ചിട്ട്, അല്ലേ, അറബി പാണ്ഡിത്യം വെച്ചിട്ട് ഖുർആനും സുന്നത്തും പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഖുർആനും സുന്നത്തും അങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പല വിഷയവും പരിശോധിച്ചതിന്റെ കൂട്ടത്തില് നിസ്കാരിക്കുമ്പോ എങ്ങനെ കൈയ്യട്ടേണ്ടതെന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഈ ഹാഫിദ് ഇബ്നു ഖുസൈമ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, നിസ്കരിക്കുന്നതിന് എങ്ങനെ കൈകെട്ടണം എന്ന് പഠിപ്പിക്കണ ഹദീസ്. വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാ, സല്ലൈതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാൻ നിസ്കരിച്ചു. ഫവളഅ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചു യദഹുൽ യുംന, തന്റെ വലത് കയ്യിനെ, അലാ യദിഹിൽ യുസ്റ, ഇടത് കയ്യിന്റെ മേൽ, അലാ സദ്രിഹി, അലാ സദ്രിഹി. എന്താ അർത്ഥം വെച്ച്? അലാ സദ്രിഹി. അറബി മനുഷ്യ വെച്ചു, നെഞ്ചിന്റെ മേലെ വെച്ചു. നെഞ്ചിന്റെ മേലെയാണ് വെച്ചതെന്ന് വാഇൽ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നിസ്കരിക്കുമ്പോ കൈ കെട്ടിയത് നെഞ്ചത്താണ്, നെഞ്ചിന്റെ മുകളിലാണ് എന്നാണ് ഹദീസിലുള്ളത് എന്ന് അറബി മനുഷ്യ കണ്ടെത്തി. അറബി മനുഷ്യ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ നാളെ മുതൽ നിസ്കരിക്കുമ്പോ കൈ നെഞ്ചിന്റെ മേലേക്ക് കെട്ടണം. നെഞ്ചിന്റെ മേലേക്ക് കൈ കെട്ടി. നിങ്ങളെന്തേ പറഞ്ഞ്? ഞങ്ങൾ ചെറുപ്പം മുതലേ നിസ്കരിച്ചാൻ തുടങ്ങിയിട്ട് കൈയ്യട്ടല് നെഞ്ചിന്റെ താഴെയുള്ളോ. നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നല്ല. നമ്മൾ തമ്മിൽ തർക്കം ഉണ്ടായ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ള എന്താ പഠിപ്പിച്ചത് നോക്കണം, അള്ളാഹ് എന്താ പഠിപ്പിച്ചത് നോക്കണം. അപ്പൊ നിങ്ങൾ പറയണ കൈയ്യട്ടേണ്ടത് നെഞ്ചിന്റെ താഴെയാണെന്ന്, ഞാൻ പറയണത് നെഞ്ചിന്റെ മേലെയാണ്. തർക്കം ഉണ്ടായ നോയിക്കോളി നിങ്ങള്. റസൂലുള്ള എന്താ പറഞ്ഞ്? ഇബ്നു ഖുസൈമിന്റെ ഹദീസ് പരിശോധിച്ചോളി, കാണാലോ. വാഇൽ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലുള്ള നെഞ്ചിന്റെ മേലെ കൈയ്യട്ടിയതാണ് അറബി മനുഷ്യന്റെ വാദം. അപ്പൊ കുട്ടികൾ ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളെന്തൊക്കെ പറഞ്ഞത്? ഞങ്ങള് പോട്ടെ, ഞങ്ങള് കൈയ്യട്ടിയത് പോട്ടെ, നമ്മളെ നാട്ടില് എത്ര കാലായി മുസ്ലിമീങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? ഈ നിസ്കരിക്കണ മുസ്ലിമീങ്ങളൊക്കെ കൈയ്യട്ടിയത് ഇങ്ങനെ തന്നെയുള്ളോ? അപ്പൊ അറബി മനുഷ്യന്റെ മറുപടി, നിങ്ങളെ നാട്ടിലെ മുസ്ലിമീങ്ങൾ മുഴുവൻ പേച്ച് കഴിഞ്ഞപ്പോ ഞാനും പേക്കണം ഞങ്ങള് പറഞ്ഞത്. അപ്പൊ ഏതാണ്ടും പള്ളി ദർസിലൊക്കെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതി പഠിക്കണ കുട്ടികളാണല്ലോ അന്നത്തെ കാലത്തുള്ളത്. അക്കുട്ടികള് പറഞ്ഞു, മുൻഷിയെ ഫത്വൽ മുഇനിൽ പറഞ്ഞത് നെഞ്ചിന്റെയും ബുക്കിന്റെ ഇടയിലാണ് കൈയ്യട്ടേണ്ടത് എന്നാണല്ലോ, നെഞ്ചിന്റെ താഴെ എന്നാണല്ലോ. ഷാഫി ഇമാം അങ്ങനെയാണ് പഠിപ്പിച്ചതെന്നാണല്ലോ പറയുന്നത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മദ്ഹബിലും അങ്ങനെയുള്ളതെന്നാണല്ലോ കേൾക്കണത്. അബൂ ഹനീഫ ഇമാമും നെഞ്ചത്ത് കെട്ടണം എന്നുള്ള അഭിപ്രായക്കാരനല്ല എന്നാണല്ലോ അറിവ്. മാലിക്കി ഇമാമിന്റെ അഭിപ്രായം നെഞ്ചത്ത് കെട്ടണം എന്നില്ലല്ലോ. നെഞ്ചത്ത് കെട്ടണം എന്ന് മുസ്ലിം ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞതായി അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മുൻഷി ഒരു കാലം കൂടി മുന്നോട്ടെടുത്തിട്ട് ചോദിച്ചു, ഷാഫി ഇമാമോ, അബൂ ഹനീഫ ഇമാമോ, മാലിക്കി ഇമാമോ, ഹംബലി ഇമാമോ, ബരക്കാര
മനുഷ്യന്മാരല്ലേ, ഓൽക്കൊക്കെ തെറ്റുപറ്റൂലേ? ഓലൊക്കെ പറഞ്ഞത് എന്താ നോക്കാനാണോ അള്ള പറഞ്ഞത്? അല്ലല്ലോ. അള്ള പറഞ്ഞ എന്താ? അള്ളയും റസൂലും എന്താ പറഞ്ഞത് നോക്കാനാ. അപ്പൊ അള്ളയും റസൂലും പറഞ്ഞതിനെതിര് ഷാഫി ഇമാം അറബി മനുഷ്യന്റെ ഭാഷ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. ഷാഫി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? അള്ളയും റസൂലും പറഞ്ഞതിന്റെ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? അള്ളയും റസൂലും പറഞ്ഞതിനെതിരെ മാലിക് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? അള്ളയും റസൂലും പറഞ്ഞതിന് അബൂ ഹനീഫ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? ഇതാണ് അറബി മനുഷ്യയുടെ ധിക്കാരം കലർന്ന വാക്ക്. നോക്കണങ്ങള്. ആദ്യം ഈ മുൻഷിയും വിദ്യാർത്ഥികളും തമ്മിൽ ചെയ്യുന്ന തർക്കം. ഇപ്പൊ തർക്കത്തിന്റെ പഴക്കം കൂടിയിട്ട് അബൂ ഹനീഫ ഇമാമ് ഹിജറ 80-ൽ ജനിച്ച അബൂ ഹനീഫ ഇമാമും ഹിജറ 1300 ശേഷം സ്കൂളിൽ കയറിയ അറബി മനുഷ്യൻ തമ്മിൽ തർക്കമായി നിസ്കാരത്തിൽ എവിടെയാണ് കൈയ്യറ്റേണ്ടത്. അറബി മുൻഷി പറയണ് ഇത്ര കാലം ജീവിച്ച ആൾക്കാരൊക്കെ അവിടെ കെട്ടി നിന്നിട്ട് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, പാളക്കിതാബ് നോക്കാനല്ല പറഞ്ഞത്, ഖുർആനും സുന്നത്തും നോക്കാനാണ് പറഞ്ഞത്. ഖുർആനും സുന്നത്തും നോക്കിയപ്പോ എന്താ കണ്ടത്? നെഞ്ചിന്റെ മേലെ കയ്യെട്ടി എന്നാണ് കണ്ടത് എന്ന് അറബി മനുഷ്യന്റെ വാദം. ഇങ്ങനെയാണ് നെഞ്ചിന്റെ മേലെ കയ്യെട്ടാൻ കേരളത്തിൽ തുടങ്ങിയത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വാദപ്രതിവാദം ഏത് സ്കൂളിലാണ് നടന്നതെന്ന് വെച്ചിട്ട് സ്കൂളിന്റെ നമ്പർ എന്നോട് ചോദിക്കണ്ട. അത് ഞാൻ അതിൻ്റെതായ ഒരു രീതി ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ നടന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഏതായാലും അറബി മനുഷ്യന്റെ വാദം എങ്ങനെ? അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ അന്വേഷിക്കാനുണ്ട്. അതെന്താ? അറബി മനുഷ്യ പറഞ്ഞത് ശരിയാണോ? ഹദീസിൽ പറഞ്ഞതിനെതിരാണോ മാലിക് ഇമാമും ഷാഫി ഇമാമും അബൂ ഹനീഫ ഇമാമും ഹംബലി ഇമാമും പറഞ്ഞത്? അതൊരു ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ അതിന് സാധ്യതയില്ലല്ലോ. കാരണം എന്താ? ഹദീസിനെതിരെ പറയുന്ന ആള് പിന്നെ എങ്ങനെ ഇമാമാകും? ഇമാമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ലോകം അംഗീകരിച്ച ലോകം പിന്തുടരുന്ന പണ്ഡിതൻ, അതാണ് ഇമാമിന്റെ അർത്ഥം. ലോക മുസ്ലിമീങ്ങൾ ഒരു പണ്ഡിതനെ പിന്തുടരാൻ പറ്റിയ ആളായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പണ്ഡിതൻ എങ്ങനെ ഖുർആനെതിരെ പറയാ? ആ പണ്ഡിതൻ എങ്ങനെ ഹദീസിനെതിരെ പറയുന്നവരാകുക? അപ്പൊ ഖുർആനിനും ഹദീസിനും എതിരെ പറയുന്ന ഒരാൾ എന്തായാലും അങ്ങനെ ഒരു ഇമാമാവൂലല്ലോ. അപ്പൊ ഇമാമാണ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഒരു ഖുർആനും ഹദീസിനും എതിരെ പറയുക ഒന്ന്. രണ്ടാമത് അവര് പറയുന്നത് ഖുർആനും ഹദീസിന് എതിരാണ് എന്നിരിക്കട്ടെ, എന്നാ ലോകം അവരെ പിന്തുടരൂല. രണ്ട്, എന്നാ പിന്നെ ഈ 4 ആൾക്കാർ പറഞ്ഞത് മാത്രമാണോ? അല്ലല്ലോ. മുസ്ലിം ലോകം ഒന്നടങ്കം അത് സ്വീകരിക്കുകയും അതുപോലെ നിസ്കരിച്ചു പോരുകയും ചെയ്തല്ലോ. അപ്പൊ പിന്നെ ഹദീസിന് എതിര് പറയുക എന്നൊരവസ്ഥ ഈ പണ്ഡിതന്മാരിൽ നിന്നും ഇമാമിങ്ങളിൽ നിന്നും ഉണ്ടാകാനും അത് മുസ്ലിം ലോകം അങ്ങനെ തന്നെ സ്വീകരിക്കാനും ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ മുൻഷി പറയുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഹദീസ് കണ്ടത് നെഞ്ചിന്റെ മേലെ കെട്ടിയെന്നാണ്, ഈ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച് നെഞ്ചിന്റെ താഴെ കെട്ടണം എന്നാണ്. അപ്പൊ ഓല് പറഞ്ഞത് ഹദീസിന് എതിരല്ലേ, ഞാൻ പറഞ്ഞല്ലേ ഹദീസിന് യോജിച്ചിട്ടുള്ളത്, അവിടെ ഇന്നല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഓലല്ലല്ലോ എന്നാണ് മുൻഷിന്റെ വാദം. ഇങ്ങനുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചറിയങ്ങള്? അതിന് കാരണമുണ്ട്. അറബി മനുഷ്യക്ക് എൻട്രൻസ് കഴിഞ്ഞ് സ്കൂളിൽ ജോലി കിട്ടി. കട്ടകാലത്തിന് സ്കൂളിൽ ജോലി കിട്ടിയ നേരത്ത് കുട്ടികൾ വന്ന് മുന്നിലിരിക്കുമ്പോ എന്തേലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോ എന്താ ചെയ്യാ? സ്കൂളിലെ പുസ്തകം എടുത്ത് നിർത്തി വെക്കുമ്പോ എല്ലാ വാക്കിന്റെ അർത്ഥം മുൻഷിക്ക് കിട്ടൂല. എന്നാ പിന്നെ എന്താക്കണം? സ്കൂളിൽ പോകുമ്പോ ഡിക്ഷണറിയും താങ്ങി പോകണം. അതിനിപ്പോ അൽമൻഹൽ കണ്ട് വലിയൊരു ഡിക്ഷണറി ഉണ്ട്, അതും താങ്ങി സ്കൂളിൽ പോകാൻ പറ്റും. അത് ട്രൗസറിന്റെ കീസേ കൊള്ളൂലല്ലോ. അപ്പൊ അറബി മനുഷ്യ തീരുമാനിച്ചു ഇതൊന്നും ഇപ്പൊ നടക്കണ കാര്യമില്ല, ഒരു പോക്കറ്റ് സൈസ് ഡിക്ഷണറി വാങ്ങിക്കാളാന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു പോക്കറ്റ് സൈസ് ഡിക്ഷണറി കീശയിലിട്ടിട്ടാണ് അറബി മനുഷ്യ ക്ലാസ് എടുക്കാൻ പോകുന്നത്. കാരണം അതിങ്ങനെ സ്കൂളിൽ ബസ് കയറി പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുനടക്കാനൊക്കെ എളുപ്പമല്ലോ. എന്നാ പിന്നെ പാടെടുത്ത് കൊടുക്കാൻ എളുപ്പമുണ്ട്, ഈ ഡിക്ഷണറി ഒന്ന് മറച്ചു വെക്കിയാൽ മതി. അപ്പോ എന്തെങ്കിലും അർത്ഥത്തിന് സംശയം വന്നാല് മുൻഷി അതൊന്നും എടുത്ത് പരിശോധിക്കും. അങ്ങനെ മുൻഷി അർത്ഥം വെച്ച് നോക്കുമ്പോ അലാ സദ്രിഹി എന്നുള്ളടത്തെ സദർ എന്ന് പറഞ്ഞാൽ നെഞ്ച്, അർത്ഥം കണ്ടു. അല എന്ന് പറഞ്ഞാലോ മുകളിൽ, ഡിക്ഷണറിയിൽ അർത്ഥം കണ്ടു. അപ്പൊ അറബി മുൻഷി പാസ്സാക്കി അലാ സദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മുകളിൽ വെക്കണം എന്നാണല്ലോ ഹദീസിലുള്ളത്. അപ്പൊ ഇമാമിയങ്ങളൊക്കെ പിന്നെന്ത് എതിരാണ്? അത് നമ്മൾ നോക്കണ്ട. ഇമാമിയങ്ങൾ പറഞ്ഞത് ഹദീസിന് എതിരായതുകൊണ്ട് അത് തള്ളുക. അറബി മുൻഷിന്റെ ഒരു വിവരേ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അല എന്ന പദത്തിന് അറബി മനുഷ്യന്റെ പോക്കറ്റ് സൈസ് ഡിക്ഷണറിയില് മുകളിൽ എന്നൊരർത്ഥമാണ് ഉള്ളതെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു തന്റെ ജമുൽ ജവാമി എന്ന ഉസൂലിന്റെ കിതാബില് അല എന്ന പദത്തിന് 9 അർത്ഥം പറയുന്നുണ്ട്.
എത്ര അർത്ഥം? എത്ര അർത്ഥം? ഖുർആനും അങ്ങനെ തന്നെയാണ്. ഇതൊറ്റ ഹദീസിന്മേലുള്ള നമ്മളെ ചർച്ച 9 അർത്ഥം പറയുന്നുണ്ട്. ഈ 9 അർത്ഥത്തിൽ നിന്ന് അറബി മനുഷ്യന്റെ ഡിക്ഷണറിയിൽ എത്ര അർത്ഥമുള്ളത്? ഒരർത്ഥം. ഒറ്റ അർത്ഥം അറബി മനുഷ്യന്റെ ഡിക്ഷണറിയിലുള്ളൂ. അപ്പൊ അറബി മനുഷ്യൻ എന്താക്കി? അതിന്റെ എടുത്തുവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇമാമിങ്ങൾ ഇതിനെതിരെ പറഞ്ഞാൽ നമ്മളെന്താക്കാനാണ്? വിവരക്കേടിന് കയ്യും കാലും മുളച്ചതല്ലേ ഈ അറബി മനുഷ്യ? അല്ലേ? വിവരക്കേടിന് കയ്യും കാലും മുളച്ചതല്ലേ? അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ മുൻഷി ചിന്തിക്കണ്ടേ? ഇങ്ങനെ ഹദീസ് ഉണ്ടായിട്ട് ഇമാമിങ്ങളൊക്കെ എന്ത് ഇങ്ങനെ പറഞ്ഞെന്നെങ്കിലും ആലോചിക്കണ്ടേ? അറബി മനുഷ്യ അങ്ങനെയല്ല ആലോചിച്ച്. മുൻഷി എന്താ ആലോചിച്ച്? ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു നമ്മൾ നോക്കന്നെ വേണ്ടേ? പിന്നെന്താ ആലോചന? അത് നമ്മൾ നോക്കന്നെ വേണ്ട. കാരണം ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു നോക്കാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടല്ല. അള്ളാഹ് പറഞ്ഞ അള്ളയും റസൂലും എന്ത് പറഞ്ഞു നോക്കാനാണ്. പൊന്നാര ചങ്ങായി, സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആയത്തും ഹദീസും ഇത്രയും കാലം പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് കൈമാറുകയും ചെയ്ത കഴിഞ്ഞ തലമുറയിലെ പണ്ഡിതന്മാര് വെച്ച അർത്ഥം എന്താന്ന് വിശ്വസിക്കണ്ടേ? അറബി മനുഷ്യന്റെ അഹങ്കാരം അതിനെ സമ്മതിച്ചില്ല. ഏതോ ആവട്ടെ, മുൻഷിയുടെ ഈ വാചക കസർത്തിൽപ്പെട്ട ചില ആളുകൾ അടുത്ത ദിവസം മുതൽ നെഞ്ചത്തേക്ക് കൈകയറ്റി നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിന്റെ മലയാള മണ്ണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില ഒറ്റപ്പെട്ട അപായ നിസ്കാരക്കാരെ കാണാൻ തുടങ്ങി. ഈ അപായ നിസ്കാരത്തിന്റെ സന്ദേശം മൗനമായും അല്ലാതെയും മറ്റുള്ളവരിലേക്ക് മെല്ലെ പെല്ലെ സ്പ്രെഡ് ചെയ്യാനും തുടങ്ങി. അപ്പൊ ചില നാടുകളിലൊക്കെ നെഞ്ചത്ത് കൈകെട്ടുന്ന ആളുകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് അങ്ങനെ പുതിയ പുതിയ നിസ്കാരത്തിന്റെ രീതികൾ ഉണ്ടായി. ഇതിനൊക്കെ ഹദീസിന്റെ കുത്തകണ്ടെന്ന് അവകാശപ്പെടാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല എന്ന പദത്തിന്റെ 9 അർത്ഥത്തിൽ നിന്ന് ഒരു അർത്ഥം മാത്രം പഠിച്ച അറബി മുൻഷി മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ അയാളുടെ മുറി വിവരം കുറെ മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തെ കൊന്നു. നിസ്കാരത്തെ മാത്രമാണോ കൊന്നത്? അല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ കൊന്നു. മനസ്സിലായോ? മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ കൊന്നു. അതാണ് ഇവിടെ ഉണ്ടായത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ കൊന്നു. അങ്ങനെ ആ കൊന്ന സാധനം എന്താ? അറബി മനുഷ്യന്റെ അല്പജ്ഞാനം. ആള് മുറിവൈദ്യനാ. മുറി വിവരങ്ങളെ കയ്യിലുള്ളൂ. അത് ഇസ്ലാം ദീനിന്റെ കടക്കൽ കത്തി വെക്കുന്ന രീതിയിൽ പല വിഷയങ്ങളിലേക്കും ഇത്തരം ഗവേഷണങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയത്. കാരണം പോക്കറ്റ് സൈസ് ഡിക്ഷണറിയിൽ എതിന് നോക്കിയ കയ്യെന്നേ അർത്ഥം കാണുള്ളൂ. മൻഹല് എന്ന നമ്മൾ സാധാരണ നോക്കണ കീശയെ കൊള്ളാത്തൊരു ഡിക്ഷണറി ഉണ്ടല്ലോ, അത് നോക്കിയാൽ തന്നെ എതിന് 18 അർത്ഥം കാണാം. യദുല്ലാഹി ഫൗക ഐദീഹിന്നുണ്ടല്ലോ, അള്ളാന്റെ കയ്യ് ഓലെ കയ്യിന്റെ മേലെ എന്നാണ് അർത്ഥം വെച്ച്. അപ്പൊ മുൻഷിനോട് ചോദിച്ചു, അള്ളാഹ്ക്ക് കയ്യുണ്ടോ? കയ്യുണ്ട്, ഇത് ഖുർആനിലല്ലേ പറഞ്ഞത്? അല്ല, പള്ളിക്കൽ ഉസ്താദ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഉസ്താദ് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്, ഖുർആനുള്ളതല്ലേ സ്വീകരിക്കേണ്ടത്? ഇങ്ങനെ ഈ മുൻഷിന്റെ ചോദ്യം കുട്ടികളോട്. കാരണം എന്താ? മുൻഷിന്റെ പോക്കറ്റ് കൊള്ളുന്ന ഡിക്ഷണറിയിൽ എതിന് ഒരർത്ഥേ ഉള്ളൂ. എന്താ? കയ്യ് എന്നാണ്. എന്നാ മുൻഷിയെ നിങ്ങളെ 350 ഉറുപ്പ് എടുത്തിട്ട് അൽമൻഹൽ വാങ്ങിയിട്ട് മറിച്ചു നോക്കി, അതിൽ ഇതിന് 18 അർത്ഥം ഉണ്ടല്ലോ. കയ്യ് നയിപ്പെട്ട ഒരർത്ഥം മാത്രമാണല്ലോ. 18 അർത്ഥമുള്ള എത് എന്ന പദത്തിന് 17 അർത്ഥങ്ങളെയും മാറ്റി നിർത്തിയിട്ട് കൈ എന്ന് തന്നെയാണ് ഇവിടുത്തെ അർത്ഥം എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള തെളിവെന്താണ് എന്ന് മുൻഷിനോട് ചോദിച്ചാൽ മുൻഷി പറയും, എന്റെ അടുത്തുള്ള തെളിവ് എന്റെ അടിയാധാര. അതെന്താ എന്റെ അടിയാധാരം? അതിന്റെ കീശയിലുള്ള പോക്കറ്റ് സൈസ് ഡിക്ഷണറി തന്നെ. അതിലും വലിയ അടിയാധാരം ഒന്നും മുൻഷിന്റെ കയ്യിലുണ്ടാവില്ല. മനസ്സിലായോ? ആ അടിയാധാരം വെച്ച് ദീനുണ്ടാക്കിയിട്ടാണ് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടായത്. ആ അടിയാധാരം വെച്ച് ദീനുണ്ടാക്കിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനായത്. ആ അടിയാധാരം വെച്ച് ദീനുണ്ടാക്കിയപ്പോഴാണ് നിസ്കാരത്തിലെ കൈകെട്ട് നെഞ്ചിന്റെ മുകളിലേക്ക് കയറിയത്. അതേ അടിയാധാരം വെച്ച് ദീനുണ്ടാക്കിയപ്പോഴാണ് ഖുനൂത്ത് ഓതുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമായത്. അതേ തെളിവ് വെച്ച് ദീൻ പറഞ്ഞപ്പോഴാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളായി മാറിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ അപകടകരമായ രീതിയാണ് നമ്മൾ അറബി മനുഷ്യന്മാര് സ്വീകരിച്ചത് എന്ന്. ആ അറബി മുൻഷിമാര് തുടങ്ങി വെച്ച പണി ഏറ്റെടുത്തിട്ടാണ് കേരളത്തിലെ വഹാബി മൗലവിമാർ ഇപ്പണി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്നു, ഇമാം സുബിക്കിയുടെ ജമുൽ ജവാമിൽ അലക്ക് 9 അർത്ഥമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, സുബിക്കി ആരാന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. സുബിക്കി പറഞ്ഞത് സ്വീകരിക്കാൻ ആരാ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കും. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അള്ളാന്റെ ഖുർആൻ സ്വീകരിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് സ്വീകരിക്കണമെന്നും എന്നും ഉള്ള വിഷയത്തിൽ
നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവൂല എന്ന് നിങ്ങൾ വിചാരിക്കട്ടെ. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ അല എത്ര അർത്ഥത്തിന് പ്രയോഗിച്ചിട്ടുണ്ട്? അലക്ക് മുകളിൽ എന്നാണോ അർത്ഥം? ആണോ? നിങ്ങൾ പറയൂ. ഒരായത്ത് ഞാൻ ഓതിത്തരാം. വയത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. സ്വർഗക്കാരെ പറ്റി അള്ള പറയാ, സ്വർഗത്തിലെ നിഅമത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അള്ള പറയാ, സ്വർഗക്കാര് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് അവിടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ള എണ്ണുക. അതിലൊരനുഗ്രഹം എന്താ? യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. എന്നും കുട്ടികളായി നിൽക്കുന്ന, കുട്ടിത്തം വിടാത്ത, വളർച്ച ഉണ്ടാവൂല, വലുതാവൂല, പ്രായം കൂടൂല, അങ്ങനത്തെ മുഹല്ലദീങ്ങളായ കുട്ടികൾ സ്വർഗക്കാരുടെ മേലെ കൂടി കയറി മറിയുന്ന. എന്നാ പിന്നെ സ്വർഗത്ത് കയറാൻ ആർക്കെങ്കിലും ബോധ്യം ഉണ്ടാവോ? നെഞ്ഞത്ത് കൂടി കുട്ടികൾ കയറി കളിക്കുകയാണെങ്കിൽ എന്നാ അപ്പൊ തോന്നുന്നെന്താ? ദുന്യാവിലായിരുന്നേ നല്ലേ, നാളെ കുട്ടികൾ കളിക്കാൻ സ്കൂൾ ഗ്രൗണ്ടിൽ പോയതു. ദുന്യാവ് തന്നെ നല്ലേ. അവിടെ കുട്ടികൾ കളിക്കാൻ പാടത്തോ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ പോയിരുന്നു. ഇവിടെ നെഞ്ഞത്ത് കയറി കളിക്കാനുള്ള കുട്ടികൾ എന്നൊരു തോന്നലല്ലേ സ്വർഗത്തിൽ വരിക. ആ സ്വർഗത്ത് പോ ആരെയും തയ്യാറാവോ? അലന്റെ അർത്ഥം മുകളിൽ നിന്നാണെങ്കിൽ പോവോ? അറബി മനുഷ്യർ നിങ്ങൾ പറയണ അതിന്റെ അർത്ഥം കേട്ടോ. ഇനി നിങ്ങൾ കേട്ടോ, ഞാൻ വേറെ ഓതിത്തരാ. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അരികിൽ കടന്നു ചെല്ലുമ്പോൾ എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനല്ലേ അതിന്റെ അർത്ഥം? സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അള്ളാഹ് പ്രയോഗിച്ചത് എന്താ? അല എന്ന പദമാണ്. ഇനി നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ വേറൊരായത്ത്. ഫഅംബത്നാ അലൈഹി ശജറത്തൻ മിൻ യഖ്തീൻ. ഫഅംബത്നാ അലൈഹി ശജറത്തൻ മിൻ യഖ്തീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് കാണാം. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് സമുദ്രതീരത്ത് വിശ്രമിക്കുമ്പോ ആ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അർഹമുർറാഹിമീനായ റബ്ബ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ ഒരു മരം മുളപ്പിച്ചു കൊടുത്തു. അത്തിമരമായിരുന്നു. ആ മരത്തിന്റെ തണലിലാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം ഇരുന്നത് എന്നുള്ള പറയണേ. ഞാൻ ചോദിക്കട്ടെ, അലക്ക് മുകളിൽ എന്ന് അർത്ഥം വെച്ചുകൊണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ കാലം മുതലുള്ള, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് സ്വഹാബത്തിന്റെ കാലം മുതലുള്ള ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങളുടെ നിലപാടിനെ തിരുത്താൻ തീരുമാനിച്ച അറബി മുൻഷിമാരെയും ആ അറബി മുൻഷിമാരുടെ പിന്നിൽ പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ശിഥിലീകരണത്തിന് ശക്തി കൂട്ടാൻ കൂട്ടുനിന്ന എല്ലാ മൗലവിമാരോടും ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനിലും നബിതങ്ങളുടെ സുന്നത്തിലും അല എന്ന എത്ര പദങ്ങളുണ്ട്? എല്ലാത്തിന്റെയും അർത്ഥം മുകളിൽ എന്നാണോ? ഞാൻ ചോദിക്കുന്നു. ഫഅംബത്നാ അലൈഹി എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ നടുപ്പുറത്ത് നമ്മൾ അത്തിമരം മുളപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളങ്ങനെ അർത്ഥം വെക്കേണ്ടി വരില്ലേ? നിങ്ങളെന്താ അർത്ഥം വെക്കുക? യൂനുസ് നബിന്റെ നെഞ്ഞത്ത് മുളപ്പിച്ചു, അല്ലെങ്കിൽ നടുപ്പുറത്ത് മുളപ്പിച്ചു എന്നൊക്കെ വെക്കേണ്ടി വരൂലേ? എന്താ ഞങ്ങൾ അർത്ഥം വെച്ച്? അല, അരികിൽ. 3 അല അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഞാൻ ഓതി. ഇപ്പൊ ഞാൻ 3 അല അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഓതി. ആ 3 അലക്കും എന്താ അർത്ഥം വന്നത്? അരികിൽ എന്ന അർത്ഥമാണ്. ഇതാ ഇവിടെ മറ്റൊരു ഉസ്താദ് അടിച്ചു ആത്തൽമാന അലാ ഹുബ്ബിഹി. അവിടെ അലന്റെ അർത്ഥം വേറൊന്നാണ്. അത് അരികിൽ എന്ന അർത്ഥമല്ലല്ലോ, അത് മുസാഹബത്തിന്റെ മീനിങ് ആണ്. ഏതോ ആവട്ടെ, പല അർത്ഥത്തിനും അല വരും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ 3 അലയും അരികിൽ എന്ന അർത്ഥത്തിലാണ്. ഇത് ഹദീസിലേക്ക് വന്ന് നോക്കൂ നിങ്ങൾ. ഖാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത്തൽ മയ്യിത്തു വഖുബിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഒരു മയ്യത്ത് മരണപ്പെട്ട് ഒരാൾ മരിച്ചയാളെ ഖബറടക്കിയാൽ നബി തങ്ങളായിരുന്നു ഖാമ അലാ ഖബരിഹി. എന്താ നമ്മളെ മുൻഷിമാർ അർത്ഥം വെക്കുക? ഖാമ അലാ ഖബരിഹി, ഖബറിന്റെ മേലെ കയറിക്കുന്ന ആണോ? സുഹൃത്തുക്കളെ, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? ഖാമാല കബരിഹി എന്ന് പറഞ്ഞാല് നിസ്കാരത്തിലെ കൈ നെഞ്ചുമക്ക് കെട്ടണമെന്ന് വാദിച്ച അറബി മനുഷ്യന്മാരുടെ കാഴ്ചപ്പാട് പ്രകാരം ഈ ഹദീസിന്റെ അർത്ഥം എന്താകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പണി എന്താ? ഒരാള് മരിച്ചിട്ട് ഖബറടക്കം കഴിഞ്ഞാൽ ഖബറിന്റെ മേലെ റസൂലുള്ള കേറിക്കുന്ന അർത്ഥം വെക്കണ്ടേ? ആ ഹദീസിലും അലയുടെ അർത്ഥം അരികിൽ എന്നാണ്. ഇങ്ങനെ ഡസൻ കണക്കിന് ഹദീസുകളിലും ഡസൻ കണക്കിന് ആയത്തുകളിലും അല്ലാഹു തആല അല എന്ന പദം അരികിൽ എന്ന അർത്ഥത്തിന് പ്രയോഗിച്ചത് കാണാം. അവിടെയാണ് കണ്ണ് തുറക്കേണ്ടത്. വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അലയുടെ അർത്ഥം എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് അറബി മനുഷ്യയുടെ പോക്കറ്റ് സൈസ് ഡിക്ഷണറി അല്ല. മനസ്സിലായോ? അറബി മനുഷ്യയുടെ പോക്കറ്റ് സൈസ് ഡിക്ഷണറി അല്ല ഈ അലയുടെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് നിസ്കരിക്കുമ്പോൾ കൈ അവിടെ കെട്ടി എന്ന് നോക്കി പഠിച്ച ആളാണ് അബൂ ഹനീഫ ഇമാമ്, അതുപോലെയുള്ള മറ്റ് ഇമാമിങ്ങള്. അപ്പൊ പരിശോധിച്ചപ്പോ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആരും നെഞ്ചിന്റെ മേലെ കൈയെട്ടിയോലില്ല.
എല്ലാരും കൈകെട്ടിയത് നെഞ്ചിന്റെ അരികിലാണ്, നെഞ്ചിന്റെ മേലെ ആരും കൈകെട്ടിയിട്ടില്ല. ഇതുകൂടി മനസ്സിലാക്കിയിട്ടാണ് അലയുടെ അർത്ഥം കാണുന്നത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ മജ്മുഇൽ നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മേലെയാണ് കൈകെട്ടേണ്ടത് എന്നതിന് തെളിവായി പറഞ്ഞത് അലാ സദ്രിഹി എന്ന് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തന്നെയാണ്. അപ്പൊ നബി ഇമാം പറയുന്നത്, ഷാഫി ഇമാം പറയുന്നത്, അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം മാലിക് തങ്ങൾ പറയുന്നത്, എല്ലാവരും പറയുന്നത് അലയുടെ അർത്ഥം മുകളിൽ എന്നല്ല. അബൂ ഹനീഫ ഇമാമും പറയുന്നു അലയുടെ അർത്ഥം മുകളിൽ എന്നല്ല. പിന്നെ അലയുടെ അർത്ഥം എന്താണ്? അരികിൽ എന്നാകുന്നു. കണ്ടോ, മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരും ഈ ഉമ്മത്ത് മൊത്തവും അലക്ക് അങ്ങനെ അർത്ഥം വെച്ചപ്പോ അറബി മുൻഷിയുടെ പോക്കറ്റ് സൈസ് ഡിക്ഷണറി നോക്കിയിട്ടുള്ള ദീൻ പറച്ചിൽ ഈ മതത്തെ കൊന്നുകളയാൻ ഉപകരിച്ചു. അതല്ലേ ഇവിടെ ഉണ്ടായത്. ഇതൊരു നിസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയത്തിൽ മാത്രല്ല, എല്ലാ വിഷയത്തിലും ഇതേ നയം സ്വീകരിച്ചപ്പോഴാണ് ദീന് ഛിന്ന ഭിന്നമായത്. അങ്ങനെ അറബി മനുഷ്യ നോക്കണതിനനുസരിച്ചോ ഡിക്ഷണറി മാറി. അതല്ലേ രസം. അത് വേറെ രസമാണ്. ഡിക്ഷണറി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിക്ഷണറി മാറുന്നതനുസരിച്ചോ ദീനും അങ്ങനെ മാറും. ഡിക്ഷണറി മാറുമ്പോ ദീനും മാറും. അങ്ങനല്ലേ. ആദ്യകാലത്ത് കുനൂത്ത് സുന്നത്തേന്നു, പിന്നെ ഡിക്ഷണറി മാറിയപ്പോ എന്തായി? കുനൂത്തിന്റെ സുന്നത്തൊക്കെ മാറി. അന്ന് തറാവി 20 പിന്നെ ഡിക്ഷണറി മാറിയപ്പോ എന്തായി? തറാവി 8. ഡിക്ഷണറി ഒന്നുകൂടി മാറിയപ്പോഴോ തറാവി 8 വിട്ടുകാണ്ട് വട്ടപൂജ്യത്ത്. ഇപ്പൊ തറാവി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ തറാവീഹ് ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഡിക്ഷണറി നോക്കിയിട്ടും അതുപോലെ തന്നെ അവനവന്റെ അല്പജ്ഞാനം വെച്ചും പറയേണ്ട ദീനല്ല അള്ളാഹുവിന്റെ ദീന്. ശരിക്കും മനസ്സിലാക്കിക്കോ. ഞാൻ പലതവണ ക്ലാസ് റൂമിൽ പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ കൂടി കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടിക്കളിയല്ല. അത് അള്ളാഹുവിന്റെ അസലിയായ കലാമാണ്. അള്ളാഹുവിന്റെ അസലിയായ കലാമിൽ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കിതാബിൽ നാം ഒന്നിനെയും വിട്ടേച്ച് കളഞ്ഞില്ല എന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സുഹൃത്തുക്കളോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ കലാം, അത് നമ്മുടെ കയ്യിൽ മുസ്ഹഫിന്റെ രൂപത്തിലെത്തി നമുക്ക് വായിക്കാൻ പറ്റിയ വലുപ്പത്തിൽ അത് അച്ചടിച്ച് കിട്ടിയപ്പോ ആ ഖുർആനിൽ, നമ്മുടെ കയ്യിലുള്ള ഖുർആനിൽ ഇന്ന് എത്ര പേജുണ്ട്? സുഹൃത്തുക്കളെ, നിങ്ങളൊരു മറുപടി തരി. നമ്മളെ കയ്യിലുള്ള മുസ്ഹഫിൽ നിന്ന് എത്ര പേജുണ്ട്? എത്ര പേജ് ഉണ്ടാവും ഏകദേശം? കറക്റ്റ് അടിക്കണ്ട, ഏകദേശം അടിച്ചാൽ മതി. 600 ചില്ലാനം പേജ്. 600 ചില്ലാനം പേജാണ് അള്ളാഹുവിന്റെ ഖുർആൻ മുസ്ഹഫിലുള്ളത്, അല്ലെ? 600 ചില്ലാനം പേജ്. ഞാൻ ചോദിക്കട്ടെ, ഈ 600-ലധികം പേജുകൾ മാത്രം വരുന്ന ഒരു ഗ്രന്ഥത്തിൽ നാം ഒന്നും പറയാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിന്റെ സമഗ്രത എത്രയാണ്? ആ ഗ്രന്ഥത്തിന്റെ അത്ഭുതം എത്രയാണ്? ഞാനൊരു കാര്യം ചോദിക്കുന്നു. ഒരു വില്ലേജിലെ റവന്യൂ വിവരങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന വില്ലേജ് ഓഫീസ്, അത് ലോകത്തിന്റെ വിവരങ്ങളല്ല, രാജ്യത്തിന്റെ വിവരമല്ല, സംസ്ഥാനത്തിന്റെ വിവരമല്ല, ജില്ലയുടെ വിവരമല്ല, പഞ്ചായത്തിന്റെ വിവരമല്ല, ഒരു വില്ലേജിന്റെ വിവരം മാത്രമാണ്. ആ വില്ലേജിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അതിലുണ്ടോ? സാമ്പത്തിക വിവരങ്ങളെല്ലാം അതിലുണ്ടോ? എല്ലാ വിവരങ്ങളും ഇല്ല. അങ്ങനെ വില്ലേജിന്റെ പരിധിയിൽ വരുന്ന റവന്യൂ വിവരങ്ങളും മറ്റും മാത്രം സൂക്ഷിച്ചു വെച്ച ഒരു വില്ലേജ് ഓഫീസിലെ ഫയലുകൾ എടുത്ത് പരിശോധിച്ചാൽ 600 പേജ് കൊണ്ട് തീരുമോ? നമ്മളൊന്ന് പറയും, 600 പേജ് കൊണ്ട് തീരുമോ? വില്ലേജ് ഓഫീസ് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയും. 600 പേജ് കൊണ്ട് തീരുമോ? ഇല്ല. പിന്നെ അള്ളാഹുവിന്റെ കലാമ് എല്ലാ കാര്യങ്ങളും അതിലുണ്ടെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ 600 പേജ് കൊണ്ട് തീർന്നെങ്കിൽ ആ ഖുർആനിൽ എഴുതിയ വിവരങ്ങൾ എല്ലാ കണ്ണുകൊണ്ടും നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ ആർക്കാ പ്രയാസം ഉണ്ടാകുക? എന്നിട്ട് നോക്കുകയാണ് അറബി മനുഷ്യന്റെ കണ്ണുകൊണ്ട് ഖുർആന്റെ അർത്ഥം. അത് ഷാഫി ഇമാമും ഇമാമിയങ്ങളും സ്വഹാബത്തും മനസ്സിലാക്കിയതിന് എതിരാണല്ലോ എന്ന് അത് നമുക്ക് നോക്കണ്ട, അതിന്റെ റസൂലും പറഞ്ഞു നോക്കിയാൽ മതി എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ കലാമിൽ വളരെ വ്യക്തമായി തന്നെ ആ പരാമർശിച്ചതും അതുപോലെ തന്നെ വ്യംഗ്യമായി പരാമർശിച്ചതുമായ വിഷയങ്ങൾ ലോകത്ത് ഒരു വിഷയവും വിട്ടേച്ചു പോകാതെ അത്രയധികം കാര്യങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അത് നമ്മുടെ കരങ്ങളിലേക്ക് ഗ്രന്ഥരൂപത്തിൽ ഏകോപിച്ച് കിട്ടിയപ്പോൾ
600-ലധികം പേജുകൾ മാത്രമാണുള്ളതെങ്കിൽ അത് മഹാത്ഭുതമാണ്. ആ പേജുകളെ വരികളിൽ പരിശോധിച്ചാൽ അറബി അറിയുന്നവനെല്ലാം അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിഷയവുമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഭരണഘടനയാണ്. അല്ലെ? മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ജീവിക്കാൻ ആവശ്യമായ ഭരണഘടനയുടെ ഓരോ ആർട്ടിക്കിളും അല്ലാഹു തആല വളരെ വ്യക്തമായി ആ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുകയാണ്. ഞാൻ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനുമായി വന്ന കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളെല്ലാം വ്യക്തമാക്കി തന്നിട്ടുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഭരണഘടന, ആ ഭരണഘടനയുടെ അർത്ഥം പറയാനും അത് വ്യാഖ്യാനിക്കാനുമുള്ള അധികാരം എല്ലാ അറബി മനുഷ്യന്മാർക്കും കൊടുത്താൽ എന്താണ് അവസ്ഥ? നിങ്ങൾക്കറിയോ എന്താ ഇതിന്റെ അവസ്ഥ? അറബി മനുഷ്യന്മാർക്ക് അധികാരം കൊടുത്താല് ഓട്ടെ, അള്ളാഹുവിന്റെ കലാമ് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഭരണഘടന. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അള്ളാന്റെ കലാമല്ല, അത് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതി രൂപപ്പെടുത്തിയതാണ്. ആ ഭരണഘടന നിലവിൽ വന്നിട്ട് നൂറ്റാണ്ടുകളായിട്ടില്ല, മനസ്സിലായോ? പതിറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ 10 ഷെഡ്യൂളുകളും 395 ആർട്ടിക്കിളുമുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടന വ്യാഖ്യാനിക്കാൻ ഇംഗ്ലീഷ് തിരിയുന്ന എല്ലാവർക്കും അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ പറയ്. അറബി തിരിയുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ ഖുർആനിന് അർത്ഥം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ഹദീസിന്റെ അർത്ഥം പറയാൻ അറബി ഭാഷ മാത്രം തിരിഞ്ഞാൽ മതി എന്ന് പറയുന്ന അറബി മനുഷ്യന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ ഇംഗ്ലീഷ് അറിയുന്നവന് അധികാരമുണ്ടോ? LLB പഠിച്ചവന് അധികാരമുണ്ടോ? വക്കീലായി കോടതിയിൽ പ്രാക്ടീസ് ചെയ്തവന് അധികാരമുണ്ടോ? വിവിധ രാജ്യങ്ങളുടെ ഭരണഘടന പഠിച്ച ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അധികാരമുണ്ടോ? ഞാൻ ചോദിക്കുന്നു, അതിന്റെയൊക്കെ അപ്പുറത്ത് വക്കീലുമാരായി കോടതികളിൽ പ്രാക്ടീസ് ചെയ്തതിന്റെ ശേഷം ജഡ്ജിമാരായി നോമിനേറ്റഡ് ചെയ്യപ്പെട്ടവർക്ക് അധികാരമുണ്ടോ? മാത്രമല്ല, ജില്ലാ ജഡ്ജിയും സെഷൻ ജഡ്ജിയും ഒക്കെ മാറിയാല് ഒരു സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് പോലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരമില്ല എന്നാണ് രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത്. നിങ്ങൾക്കറിയോ? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളത് രാജ്യത്ത് കേവലം 5 പേർ മാത്രം അടങ്ങുന്ന ഭരണഘടന, സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിന് മാത്രമാണ്. മനസ്സിലായോ? സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചില് കേവലം 5 ജഡ്ജിമാരാണുള്ളത്, ചീഫ് ജസ്റ്റിസ് അടക്കം. ഈ 5 ജഡ്ജിമാരിൽ നിക്ഷിപ്തമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരം. മുൻഷിമാരെ, മൗലവിമാരെ, നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ എന്ന ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അറബിയുടെ 4 അക്ഷരം പഠിച്ചവന് അധികാരമുണ്ടെന്ന് ധരിച്ചത് കൊണ്ടാണ് ഈ ഉമ്മത്തിൽ നിങ്ങൾ ഇത്രയും വലിയ അപകടം വരുത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, ഖുർആൻ വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും പറ്റൂല, ഹദീസ് വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും പറ്റൂല. ഖുർആനും ഹദീസും സഹാബത്തും താബിഈങ്ങളും വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുപോലെ പിൻതലമുറക്കാർക്ക് അത്തരം ഒരു അവസ്ഥ നാം വകവെച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ നിയമം ഇവിടെ ആർക്കും പിടികിട്ടാതെ പോകും. പലരും തോന്നിയതുപോലെ അതിനെ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് നിയമങ്ങൾക്ക് വാല്യൂ ഇല്ലാതെയാകും. ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അല്ലാഹു തആല അവിടത്തേക്ക് വാസിഅത്തായ റഹ്മത്ത് ചെയ്യുമാറാകട്ടെ, ബഹുമാനപ്പെട്ട മഹാൻ ഇത് ദീർഘദൃഷ്ടിയോടെ കണ്ടുകൊണ്ട് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന വിജ്ഞാനം ഇവിടെ ക്രോഡീകരിക്കപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ അത് എഴുതി വെക്കാൻ തുടങ്ങിയത്. അബൂ ഹനീഫ ഇമാം അങ്ങനെ ഒന്ന് പുതിയത് തുടങ്ങിയ
തുടങ്ങിയപ്പോ അത് അബൂ ഹനീഫ തങ്ങൾ തുടങ്ങിയതാണ്, ഞമ്മക്കാർക്കുമായിട്ട് ബന്ധമല്ല എന്ന് പറഞ്ഞ് പത്രക്കുറിപ്പിറക്കി മാറുന്നില്ല ബാക്കിയുള്ളവര് എല്ലാവരും മനസ്സിലാക്കി അത് ശരി തന്നെയാണ്. നമ്മളാരും ഇത് ചെയ്യാതെ പോയാൽ പിന്നീട് വരുന്ന ആളുകൾ അവർക്ക് തോന്നിയതുപോലെ ഭരണഘടന വ്യാഖ്യാനിക്കുകയും അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്, യഥാർത്ഥ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നിയമങ്ങൾ പറയുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ അള്ളാഹുവിന്റെ നിയമമൊന്ന് വേറെയും ഈ ഉമ്മത്ത് മനസ്സിലാക്കുന്ന നിയമമൊന്ന് വേറെയുമാകും. അത്ര വലിയ അബദ്ധം ഈ ലോകത്ത് വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ വഴിയെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വന്നു, അതേ വഴിയെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വന്നു, അതേ വഴിയിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വന്നു. ഈ നാല് വ്യക്തികളിൽ ഒതുങ്ങാതെ എത്രയോ മുജ്തഹിദീങ്ങൾ വീണ്ടും വന്നു. ആ മുജ്തഹിദീങ്ങളിൽ ഓരോരുത്തരുടെയും ഒപ്പം വലിയ വലിയ പണ്ഡിത സഭ തന്നെ വന്നു. അങ്ങനെ കേവലം ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്നതിന്റെ അപ്പുറത്ത് ഏറ്റവും അധികം നിരൂപണ പഠനങ്ങൾക്ക് വിധേയമായ രീതിയിൽ തെളിവുകളും പ്രമാണങ്ങളും മനസ്സിലാക്കുകയും അതിന്റെ ബലാബലം പരിശോധിക്കുകയും അതിന് സാധ്യതയുള്ള അർത്ഥങ്ങളെല്ലാം കൽപ്പിക്കുകയും ഏറ്റവും യോജിച്ച ആശയങ്ങൾ എന്താണെന്നും അർത്ഥം എന്താണെന്നും മറ്റു തെളിവുകളെല്ലാം പരിശോധിച്ച് ബോധ്യപ്പെടുകയും ചെയ്യുന്ന നിരന്തരമായ പഠനത്തിലൂടെയാണ് മദ്ഹബുകൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മളെ മൗലവിമാര് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം മദ്ഹബുകളെ മനസ്സിലാക്കാതെ കേവലം ഈ പറഞ്ഞ ഏത് നമ്മളെ മുറിവൈദ്യൻ എന്ന് പറയുന്ന തസ്തികയിൽ മാത്രം നിൽക്കുന്ന അറബി മുൻഷിമാരും മൗലവിമാരും ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം വിവരം വിളമ്പാൻ തുടങ്ങിയപ്പോഴാണ് ദീനിൽ കുഴപ്പമുണ്ടായത്, അപ്പോഴാണ് ശിഥിലീകരണം ഉണ്ടായത്. ഞാൻ ഓർക്കുകയാണ് ഈ അടുത്ത് സക്കരിയ സലാഹി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ്. അയാൾ എന്താ പറഞ്ഞത്? പെണ്ണിനെ തൊട്ടാൽ ഒളു മുറിയും എന്നാണ് ഷാഫി ഇമാം പറയുന്നത്. എന്നാൽ പെണ്ണിനെ തൊട്ടാൽ ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയും എന്ന് പറയുന്ന വിഷയത്തിൽ ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പ്രഖ്യാപിക്കുന്നത് ആരാ? ഇമാം ഷാഫിക്ക് തെറ്റുപറ്റി പ്രഖ്യാപിക്കുന്ന ആള് ആരാ പ്രഖ്യാപിക്കുന്നത്? സക്കരിയ സലാഹിയാണ് പ്രഖ്യാപിക്കുന്നത്. സക്കരിയ സലാഹിക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. മിഞ്ഞാന്ന് വരെ പറഞ്ഞത് ഇപ്പോഴും മാറ്റി പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പറയുന്നത് എന്ത്? ഷാഫി ഇമാമിന് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഞാൻ സമ്മതിക്കുന്നു, ഒറ്റ കാര്യം എന്താണ്, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്താ? ഷാഫി ഇമാമിന് തെറ്റുപറ്റിയെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഷാഫി ഇമാമിന് തെറ്റുപറ്റിയെന്ന് സങ്കല്പിക്കുക. ആയിക്കോട്ടെ, ഷാഫി ഇമാമ് മാത്രമാണോ പറഞ്ഞത്? ആണോ? ഷാഫി ഇമാമ് മാത്രമാണോ പറഞ്ഞത്? ഇമാം ഷാഫിയുടെ കൂടെ ഇമാം മുസനില്ലായിരുന്നോ? ഇമാം ബുവൈത്തില്ലായിരുന്നോ? ഇമാം സഅഫറാൻ ഇല്ലായിരുന്നോ? അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഇമാമിങ്ങൾ ഇമാം ഷാഫിന്റെ കൂടെ ഉണ്ട്? അതല്ലേ ഷാഫി ഇമാമിന്റെ അസ്ഹാബ് എന്ന് പറഞ്ഞത്. അതിന്റെ അടുത്ത തലമുറയിൽ എത്ര ഇമാമിങ്ങളുണ്ട്? ബഹുമാനപ്പെട്ട ഇമാമുൽ ജുവൈൻ ഇല്ലായിരുന്നോ? ഇമാമുൽ ഹറമൈൻ ഇല്ലായിരുന്നോ? ഇമാം ഗസാലി ഇല്ലായിരുന്നോ? ഇമാം അബ്ദുൽ കരീം റാഫി ഇല്ലായിരുന്നോ? ഇമാം യഹ്യ ബിൻ ഷറഫ് നബവി ഇല്ലായിരുന്നോ? ഈ ഇമാമിങ്ങളുടെ കൂടെ നമ്മൾ സാധാരണ പേര് കേൾക്കാത്ത എത്ര വലിയ പണ്ഡിത സമൂഹം ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റി എന്നാണോ സക്കരിയ സലാഹി പറയുന്നത്? പറഞ്ഞത് അങ്ങനെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധി പോണ വല്ല ഗുളികയും കുടിക്കേണ്ടി വരും. ഞങ്ങൾക്കല്ല, മുസ്ലിം ഉമ്മത്തിന്. മനസ്സിലായോ? ഞങ്ങൾക്ക് ബുദ്ധി പോണ വല്ല ഗുളികയും കുടിക്കേണ്ടി വരും, അല്ലാതെ അത് പറയാൻ പറ്റൂല. അത്രയും യാതൊരു ഔചിത്യബോധവും ഇല്ലാതെ പണ്ഡിതന്മാരെ തള്ളിപ്പറയാ. ഞാൻ വേറെ കാര്യം കൂടി ഓർക്കണ്. ഇത് പറയുന്ന കൂട്ടത്തിൽ സക്കരിയ സലാഹിന്റെ മറ്റൊരു ക്ലിപ്പ് കൂടി ഞാൻ കണ്ടു. അതിൽ സക്കരിയ സലാഹി എന്താ പറഞ്ഞത്? നിങ്ങള് ഇപ്പൊ ഇവര് പറയണത് അന്യ പെണ്ണിനെ തൊട്ടാലാണ് ഒതു മുറിയാന്ന്, ഭാര്യനെ തൊട്ടാ ഒതു മുറിയില്ല എന്നാണ് അവര് പറയണത്. ഇപ്പൊ ഒരു അന്യ പെണ്ണ് എന്നും കൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം വന്ന് സമരം ചെയ്ത് പെണ്ണിനെ തൊട്ടാ ഒതു മുറി എന്ന് പറയുന്നത് തെറ്റാന്ന് പറഞ്ഞപ്പോ ഓരവിടെ കൂട്ടിയിട്ട് അന്യ പെണ്ണിനെ നാക്കിയിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് അനുഭവം കൂടി വിശദീകരിക്കാൻ തോന്നുന്നുണ്ട്. അതിന്റെ കൂടെ മൂപ്പര് പറയുന്നുണ്ട് അന്യ പെണ്ണിനെ തൊട്ടാൽ ഒതുവല്ല മുറിയ, എല്ലാം മുറിയാൻ. മൂപ്പരന്റെ കൂടെ എന്തുകൂടി പറയുന്നുണ്ട്? അന്യ പെണ്ണിനെ തൊട്ടാൽ എല്ലാം മുറിയ, അല്ലാതെ ഒതുവല്ല. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ എന്നാ വന്നത്? എന്റെ ചോദ്യാണ്. ഈ കേരളക്കരയിൽ ഫത്തുഹുൽ മൊഴീൻ എഴുതിയത് ഹിജറ 10-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. മനസ്സിലായോ? ആ ഹിജറ 10-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഫത്തുഹുൽ മൊഴീനില്ലേ അന്യ സ്ത്രീ പുരുഷന്മാര് തൊട്ടാലേ ഒതു മുറിയുള്ളൂന്ന്?
എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞത്? അല്ല, പെണ്ണിനെ തൊട്ടാ ഒന്ന് മുറി, ഉമ്മാനെ തൊട്ടാലും പെങ്ങളെ തൊട്ടാലും മുറിയുന്നേ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. പിന്നെ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോ നിങ്ങൾ തിരുത്തിയതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, 10ാം നൂറ്റാണ്ടിൽ എഴുതിയ ഫത്ഹുൽ മൊയ്ൻ പഠിപ്പിക്കുന്നത് അന്യ പെണ്ണിനെ തൊട്ടാലേ ഒന്ന് മുറിയുള്ളൂ, ഉമ്മയെ തൊട്ടാ മുറിയില്ല, പെങ്ങളെ തൊട്ടാ മുറിയില്ല എന്നല്ലേ? എന്നിട്ട് നിങ്ങൾ പറയാ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോ തിരുത്തിയതാണെന്ന്. ആരോടാ അത് പറയണത്? ആരോടാ നിങ്ങളിത് പറയണത്? ഞാൻ ചോദിക്കുന്നത് വളരെ വിനീതമായി ഞാൻ ഈ ആശയങ്ങൾ പറയുന്നത് തെറ്റുദ്ധരിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അറിയാതെ കൂടിപ്പോയ ആൾക്കാരുണ്ട്, അതിനെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അത് നല്ലതല്ലേ എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾക്കറിയാതെ പോയതാണ് സുഹൃത്തുക്കളെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സിദ്ധാന്തം അറബി മനുഷ്യക്ക് ദീൻ തിരുത്താൻ കഴിയുമെന്ന സിദ്ധാന്തമാണ്. അറബി മനുഷ്യയുടെ അല്പജ്ഞാനം കൊണ്ട് 1300 വർഷം മുസ്ലിം ഉമ്മത്ത് ജീവിച്ച് കാണിച്ചു തന്ന നിയമങ്ങളെയും രീതികളെയും തിരുത്തി പറയുമെന്ന് പറയുന്ന ധിക്കാരത്തിന്റെ നയത്തിൽ നിന്ന് രൂപപ്പെട്ട പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് അവസാനം ആരോപിക്കുന്ന ഒരു ആരോപണമല്ല. ഞാൻ എത്ര മിനിറ്റ് മൈക്കെടുത്ത് സംസാരിച്ചോ ഈ മിനിറ്റുകൾ മുഴുവനും പറഞ്ഞ് ഞാൻ അതിന്റെ തെളിവുകളാണ്. നിസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയത്തിൽ ഞാൻ അതിന്റെ തെളിവ് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന മുജാഹിദ് പ്രസ്ഥാനം വ്യാഖ്യാനിച്ചപ്പോഴും അറബി മനുഷ്യയുടെ അല്പജ്ഞാനമാണ് അവിടെ അപകടം ചെയ്തതെന്ന് ഞാൻ തെളിയിച്ചു തന്നു. മനസ്സിലായോ? അങ്ങനെ അങ്ങ് പോയിക്കോ. 2 വിഷയത്തിൽ മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് എന്തൊക്കെ പറയുന്നുണ്ടോ, മുസ്ലിം ഉമ്മത്തിൽ ശിഥിലീകരണം ഉണ്ടാക്കുന്ന ഏതൊക്കെ വാദങ്ങൾ അവർ മുന്നോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടോ ആ വാദങ്ങളിൽ മുഴുവനും അവർക്ക് പറ്റിയ അബദ്ധം വലിയ വലിയ പണ്ഡിതന്മാരെ തിരുത്താൻ നോക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നിസ്കാരത്തിൽ കൈയ്യെട്ടുന്ന ഒരു വിഷയം മാത്രമല്ല, ഈമാന്റെ വിഷയം മാത്രമല്ല, തൗഹീദിന്റെയും ശിർക്കിന്റെയും വിഷയം മാത്രമല്ല, ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ പഴയ കാലം മുതൽ ഇക്കാലം വരെ ഈ സമൂഹം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അക്കാര്യങ്ങളിൽ പലതിലും സ്വന്തം ബുദ്ധി കൊണ്ട് കൈകടത്തി സ്വന്തം വിവരം കൊണ്ട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പുതിയ ആശയങ്ങളെ കൊണ്ടുവന്നപ്പോ മഹാന്മാരായ ഇമാമിങ്ങൾ അടക്കം പലരും നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം അതൊരു പ്രശ്നമല്ലാതെ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനല്ലേ ഉണ്ടായത്? നിങ്ങളെന്താ പറഞ്ഞത്? ഇബ്നു ഹജർ അസ്ഖലാനി ഇസ്തിഗാസ ചെയ്തതിന്റെ ബെയ്ത്തുണ്ടല്ലോ ചോദിച്ചപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? അത് ഞങ്ങൾക്ക് നോക്കണ്ട, ആര് ചെയ്താലും ശരി ശിർക്കാന്ന് ഞങ്ങൾ പറഞ്ഞത്. നബി ഇമാം ഇസ്തിഗാസ പഠിപ്പിച്ചിക്കണല്ലോ എന്ന് വെച്ചപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? അത് ഞങ്ങൾക്ക് നോക്കണ്ട, അത് ആര് പറഞ്ഞാലും ശിർക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രശ്നം വന്നപ്പോ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി സങ്കടം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പ്രശ്നം വന്നപ്പോ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി സങ്കടം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് സങ്കടം പറഞ്ഞല്ലോ എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചു. മാത്രമല്ല ബഹുമാനപ്പെട്ട നാബിറത്തുൽ ജഅദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തല്ലോ എന്ന് ചരിത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചു. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇബ്നു തൈമിയ്യ അടക്കം എഴുതി വെക്കുകയും അവരുടെ കിതാബുകളിൽ പറയുകയും ചെയ്തപ്പോ മുജാഹിദുകൾ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് നോക്കണ്ട, ശിർക്കാന്ന് ഖുർആനിലുണ്ട്. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അത് ശിർക്കാന്ന് ഖുർആനിലുണ്ടെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് ചെയ്യോ? അത് ശിർക്കാന്ന് ഖുർആനിലുണ്ടെങ്കിൽ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അത് ചെയ്യോ? അത് ശിർക്കാന്ന് ഖുർആനിലുണ്ടെങ്കിൽ ഷാഫി ഇമാം അത് ചെയ്യോ? അത് ശിർക്കാന്ന് ഖുർആനിലുണ്ടെങ്കിൽ ഗസാലി ഇമാം അത് പഠിപ്പിക്കോ? അത് ശിർക്കാന്ന് ഖുർആനിലുണ്ടെങ്കിൽ ഈ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത് ഈ പണ്ഡിതന്മാര് കിതാബിൽ എഴുതോ? നിങ്ങൾ പറയും. ഞാൻ ഒറ്റ ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. ഹുസൈൻ സലഫിയോ സക്കരിയോ സലാഹിയോ ഒരു ബുക്ക് എഴുതുകയാണ്, ഒരു പുസ്തകം. കേരളത്തിലെ ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ബുക്ക് എഴുതുകയാണ്, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നു, അൽ ബിദായത്തു വന്നിഹായ എന്ന ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീറിന്റെ കിതാബിൽ ഇസ്തിഗാസ ചെയ്ത ചരിത്രം പറയുന്നുവെങ്കിൽ, അതുപോലെ തന്നെ തഫ്സീർ ഇബ്നു കസീറിൽ ഇസ്തിഗാസ ചെയ്ത ചരിത്രം പറയുന്നുവെങ്കിൽ, ഇമാം നബിയുടെ പല കിതാബുകളിലും ഇസ്തിഗാസ ചെയ്ത ചരിത്രം പറയുന്നുവെങ്കിൽ, ആ കിതാബിനെ അവലംബിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ പുസ്തകം എഴുതുന്ന സലാഹിമാരും അതുപോലെ തന്നെ സുല്ലമിമാരും ഇസ്തിഗാസയുടെ അനുഭവം പറയുന്ന ചരിത്രം മനഃപൂർവ്വം മാറ്റിവെക്കൂലേ? വെക്കൂല്ലേ? നിങ്ങൾ പറയും, വെക്കൂല്ലേ? ഇസ്തിഗാസന്റെ ചരിത്രം പറഞ്ഞാൽ മാറ്റിവെക്കൂലേ? മാറ്റിവെക്കൂലേ? മാറ്റിവെക്കും. എന്താ നിങ്ങൾ മാറ്റിവെക്കണത്? ജനങ്ങൾ പേക്കണ്ടാന്ന് പേടിച്ചിട്ടാ. ഞാൻ ചോദിക്കുന്നു, ഇങ്ങക്കുള്ള ഈ ബോധം മതവിഷയങ്ങളിൽ ഇമാമിയങ്ങൾക്കുണ്ടായില്ലേ? ഇമാം നബിയുടെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിലാണല്ലോ സഹാബി ഇസ്തിഗാസ ചെയ്ത ചരിത്രം പറഞ്ഞിട്ടില്ലേ? സഹാബി ഇസ്തിഗാസ ചെയ്ത ചരിത്രം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ ചെയ്ത ചരിത്രം ഇമാം നബി അവിടെ പറഞ്ഞില്ലേ?
ഈലാഹിൽ ബഹുമാനപ്പെട്ട ഇമാം നബി ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ അദ്കാറിൽ ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിച്ചില്ലേ? അങ്ങനെ ഈ പണ്ഡിതന്മാർ 4 മദ്ഹബിലെ ഇമാമിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിച്ചില്ലേ? ഇവരെല്ലാവരും ഇസ്തിഗാസ ചെയ്യണമെന്നും ശഫാഅത്ത് ചോദിക്കണമെന്നും പഠിപ്പിച്ചത് അത് ശിർക്കല്ല എന്ന് ഖുർആനും സുന്നത്തും അവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ? ഈ ഇമാമിങ്ങളൊക്കെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതിന് വിരുദ്ധമായി അറബി മനുഷ്യരുടെ അല്പജ്ഞാനം വെച്ച് വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ എന്നു മുതലാണോ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്? അന്ന് മുതലല്ലേ ഈ ഉമ്മത്തിന് കഷ്ടകാലം തുടങ്ങിയത്? നിങ്ങൾ ആലോചിക്കണം. ഇത് നിങ്ങൾ മാത്രം തുടങ്ങിയ പണിയാണോ? അല്ലല്ലോ. ലോകത്ത് ആദ്യം വന്ന പുത്തൻവാദികളുടെയും പണി തന്നെയല്ലായിരുന്നോ? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലല്ലേ ലോകത്ത് ആദ്യം പുത്തൻവാദികൾ വന്നത്? അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ട കാലം, അക്രമികൾ ബഹുമാനപ്പെട്ടവരെ കൊന്നപ്പോ അന്നൊരു പുത്തൻവാദികൾ ഉണ്ടായി. എങ്ങനെ പുത്തൻവാദികൾ ഉണ്ടായത്? സ്വഹാബത്തിന്റെ ഇടയിൽ 2 അഭിപ്രായം വന്നു. അക്രമികൾ കൊന്നപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ 2 അഭിപ്രായം വന്നു. എന്തായിരുന്നു ആ 2 അഭിപ്രായം? ആ 2 അഭിപ്രായം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടലാണ് ആദ്യത്തെ പണി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടാതെ നാം പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ തയ്യാറാകരുത് എന്നൊരു വിഭാഗം അഭിപ്രായം പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു അത് ശരിയല്ല, ഘാതകനെ പിടികൂടണമെങ്കിലും ശിക്ഷിക്കണമെങ്കിലും രാജ്യത്ത് നിയമവ്യവസ്ഥ നടക്കണം. നിയമവ്യവസ്ഥ രാജ്യത്ത് നടക്കണമെങ്കിൽ ഭരണാധികാരി ഉണ്ടാകണം. അതുകൊണ്ട് ആദ്യത്തെ പണി, പ്രഥമമായ പണി ഭരണാധികാരിയെ തെരഞ്ഞെടുക്കലാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ആളുകൾ രൂക്ഷമാക്കി. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കാനും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും കപട വിശ്വാസികൾ ശ്രമം നടത്തി. മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട കപട വിശ്വാസികൾ ഈ ഉമ്മത്തിന്റെ ബലവും ഐക്യവും തകർക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിച്ചു നടക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു അപ്പകഷ്ണം കിട്ടിയത്. അതിന്റെ പിന്നാലെ അങ്ങ് കൂടിയിട്ട് ആ അഭിപ്രായ വ്യത്യാസത്തെ സംഘർഷത്തിലേക്ക് വളർത്താൻ അവർ ശ്രമം നടത്തി. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുമെന്ന് സാഹചര്യം വന്നപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഉന്നതന്മാരായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ പ്രഗൽഭരായ ഇമാമിങ്ങൾ മധ്യസ്ഥന്മാരായി ഇറങ്ങിയിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ അകപ്പെട്ട സ്വഹാബത്തിനെ രമ്യതയിലേക്ക് കൊണ്ടുവരാനും യോജിപ്പിക്കാനുമുള്ള ശ്രമം നടത്തി. ആ ശ്രമം വിജയിക്കുകയും സ്വഹാബത്ത് അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും അതുപോലെയുള്ള സംഘടന പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കാതെ അതിൽ നിന്ന് പൂർണ്ണമായി മാറിയപ്പോൾ മുനാഫിഖീങ്ങൾക്ക് അത് പറ്റിയില്ല. കാരണം ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കാമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷ കെട്ടടങ്ങിയപ്പോൾ അവര് പുതിയൊരു നമ്പറുമായി രംഗത്ത് വന്നു. എന്തായിരുന്നു ആ നമ്പർ? അത് ഖുർആനിലെ ആയത്തായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ ആയത്തുകൾ ഓതിയിട്ട് അന്നത്തെ പുത്തൻവാദികളാകുന്ന ലോകത്തെ ആദ്യത്തെ പുത്തൻവാദികൾ ഖവാരിജികൾ എന്ന് പറയുന്ന വിഭാഗം രംഗത്ത് വന്നു. ഓല് പറഞ്ഞു, അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന സ്വഹാബിയുടെ തീരുമാനം അംഗീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ തീരുമാനം അംഗീകരിക്കാൻ പാടില്ല. അബൂ മൂസ അശ്അരിയുടെ തീരുമാനം അംഗീകരിക്കാൻ പാടില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്നാണ്. അള്ളാഹു ഇറക്കിയത് കൊണ്ട്, ആരെങ്കിലും അള്ളാഹു അവതരിപ്പിച്ച നിയമം കൊണ്ട് തീരുമാനമെടുത്തില്ല എങ്കിൽ അവര് കാഫിരീങ്ങളാണ്, അവര് ഫാസിഖീങ്ങളാണ്, അവര് ളാലിമീങ്ങളാണ് എന്ന് 3 രീതിയിലും അള്ളാഹു സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്. ഈ ആയത്തുകൾ ഓതിയിട്ട് അന്നത്തെ ഖവാരിജുകൾ പറഞ്ഞു അംർ ഇബ്നുൽ ആസിന്റെ തീരുമാനം അംഗീകരിക്കാൻ പാടില്ല, അള്ളാന്റെ തീരുമാനം അംഗീകരിക്കാൻ പാടുള്ളൂ, തെളിവ് ഖുർആനാണ്. കണ്ടങ്ങള് ഇപ്പോഴത്തെ വഹാബികൾ പറഞ്ഞാരി അള്ളാനെ വിളിക്കാൻ പാടുള്ളൂ, മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, തെളിവ് ഖുർആനാണ് പറഞ്ഞില്ലേ? അതേപോലെ അന്നത്തെ ഖവാരിജികൾ പറഞ്ഞു എന്ത്? അംർ ഇബ്നുൽ ആസിന്റെ തീരുമാനം അംഗീകരിക്കാൻ പാടില്ല, അള്ളാന്റെ തീരുമാനം അംഗീകരിക്കാൻ പാടുള്ളൂ, തെളിവ് ഖുർആനാ. കേട്ടാ തോന്നുപോലെ അള്ളാന്റെ ആൾക്കാരാണ്. കേട്ടാ എന്താ തോന്നുക? ഒരു അള്ളാന്റെ ആൾക്കാരാണ്, ഒരു ഖുർആന്റെ ആൾക്കാരാണ് എന്നൊക്കെയാണ് തോന്നുക. മറ്റുള്ളവരോ ഒരു അള്ളാന്റെ ആൾക്കാരല്ല, ഓല നേതാക്കന്മാര് ഇമാമിങ്ങളെ ആൾക്കാരാണ് എന്ന് തോന്നും.
ആ രീതിയിൽ അന്ന് പ്രചാരണം നടത്തിയിട്ടാണ് ഖവാരിജ് എന്ന് പറയുന്ന പുതിയ വിഭാഗം രംഗത്ത് വന്നത്. അങ്ങനെ ആയത്തുകളും ഹദീസുകളും വളച്ചൊടിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അർത്ഥം വെച്ച് അങ്ങനെ പുത്തൻവാദികൾ ഓരോ കാലത്തും രംഗത്ത് വന്നു. നമ്മളെ നാട്ടിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത്ര സമയം പറഞ്ഞത് ഏതെങ്കിലും ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഇതൊന്ന് കടന്നു എന്നാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ ഇത് കാരണമാകുമെന്ന പ്രതീക്ഷ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വളരെ വിനീതമായി ഞാൻ പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുത്തൻവാദികളുടെ കൂടെ നമ്മൾ നിൽക്കരുത്. എല്ലാ വിഷയങ്ങളിലും അവർ ചെയ്തിട്ടുള്ളത് ഇതാണ്. ഇമാമിങ്ങളെ തള്ളി, പൂർവികരെ തള്ളി, സ്വന്തമായ അഭിപ്രായം വിശുദ്ധ ഖുർആനിനും സുന്നത്തിനും സ്വന്തം വിവരം വെച്ച് അർത്ഥം വെച്ചിട്ട് ഇമാമിങ്ങളെ മുഴുവനും തള്ളിയിട്ട് സ്വന്തം സ്വർഗത്തിലേക്ക് പോകാം എന്ന രീതിയിൽ കടന്നു വരുന്ന ആളുകളെ കൂടെ നമ്മൾ കൂടിയാൽ നമ്മൾ അവരെ കൂടെ നരകത്തേക്ക് പോണ്ടി വരും. ഇമാമിയങ്ങളില്ലാത്തൊരു സ്വർഗമുണ്ടോ? മുസ്ലിം മഹാഭൂരിപക്ഷം കയറാത്തൊരു സ്വർഗമുണ്ടോ? പുത്തൻവാദികൾ മാത്രം കയറിക്കൂടുന്ന ഒരു സ്വർഗമുണ്ടോ? അങ്ങനെ ഒരു സ്വർഗം ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് അള്ളാഹു സ്വർഗം തരണം. അതിന് ഇമാമിയങ്ങളെ കൂടെ നിൽക്കണം. ഇമാമിയങ്ങൾ ഖുർആനിന് എതിര് പറയുന്നവരല്ല. ഇമാമിയങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ഹദീസ് പഠിപ്പിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അതുകൊണ്ട് ഖുർആൻ ഹദീസിന് എതിരെ അവര് പറയില്ല. പിന്നെ എന്താ അവര് പറയാ? അവര് നമ്മളെ പുത്തൻവാദികൾ പറയുന്നത് പോലെ ഒറ്റക്കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയില്ല, അല്പജ്ഞാനം കൊണ്ട് പറയില്ല. അവര് വളരെയധികം ആഴത്തിൽ പഠിച്ച് എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കി സാഹചര്യ തെളിവുകളിൽ നിന്ന് ഇവിടുത്തെ അർത്ഥം എന്താണെന്ന് ബോധ്യപ്പെട്ട് അതിന് ഉപോത്ബലകമായ മറ്റു തെളിവുകളെല്ലാം പരിശോധിച്ച് എല്ലാ പരിശോധനക്കും ഒടുവിലാണ് ഇമാമിങ്ങളുടെ അഭിപ്രായം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അറബി മുൻഷിന്റെ അഭിപ്രായം കമ്പൗണ്ടർ വരുന്നതിന്റെ ഐഡിയ. മനസ്സിലായോ? അറബി മനുഷ്യന്റെ ദീന് കമ്പൗണ്ടർ വരുന്നതിന്റെ ഐഡിയ. കമ്പൗണ്ടർ വരുന്നെന്താ? അതാണ്ട് ചെല്ലുമ്പോ ഒന്ന് മത്തമ്പള്ളി വെച്ച് നോക്കും. മത്തമ്പള്ളി പറഞ്ഞാൽ സ്റ്റെതസ്കോപ്പേ. അതൊന്നും അങ്ങനെ വെച്ച് നോക്കിയിട്ട് മൂപ്പർക്ക് എന്താ തിരിഞ്ഞാണ്ട് ചെയ്തു. അതന്നെയാണ് കമ്പൗണ്ടർ വരുന്നത്. ഡോക്ടറൊന്നും ആയില്ലല്ലോ. അതാണ് കമ്പൗണ്ടർ വരുന്നത്. അതാണ് അറബി മനുഷ്യന്റെ ദീന് എന്ന് പറഞ്ഞാല്. അതാണ് അറബി മനുഷ്യന്റെ പ്രമാണം എന്ന് പറഞ്ഞാല്. എന്നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്. പറഞ്ഞ ഉദാഹരണം അങ്ങനെ തന്നെ ഫിറ്റായിക്കൊള്ളുന്നില്ല, എന്നാലും മനസ്സിലാകണ ഭാഷ പറയാണ്. അത് മെഡിക്കൽ കോളേജിലെ OP ചെന്ന വരികയാണ്. എന്താ മെഡിക്കൽ കോളേജിൽ OP ചെന്നാല് ഏതെങ്കിലും ഒരു കമ്പൗണ്ടർ പരിശോധിച്ചിട്ടാണ് വിടുകയല്ല. കുറെ ഡോക്ടർമാർ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് ഒരാൾ നോക്കുക, മറ്റോടത്തേക്ക് വിടുക, അവിടെ നോക്കുക, ഇവിടേക്ക് വിടുക. എന്തെങ്കിലും പ്രശ്നം വന്നാലോ അത് രക്തം ടെസ്റ്റ് ചെയ്യണം, സ്കാൻ ചെയ്യണം, എല്ലാം അയക്കുക. എന്നിട്ട് എല്ലാം നോക്കിയിട്ട് അവസാന രോഗം നിർണയിക്കുക. അതാണ് ഇമാമിങ്ങൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണി. ഒരു തെളിവണ്ട് കിട്ടുമ്പോഴേക്കിന് അപ്പോഴേക്കിന് അങ്ങക്ക് ഇതാണ് സുക്കൾ എന്ന് അറിയാനല്ല. മനസ്സിലായോ? ഒരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സിഗ്നൽ ഉണ്ട് കിട്ടുമ്പോഴേക്ക് അയാൾക്ക് ഇന്നതാ സുക്കൾ എന്ന് അറിയില്ല. അങ്ങനല്ലല്ലോ ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. പിന്നെന്താ? അത് ശരിക്കങ്ങ് പരിശോധിക്കണം. എല്ലാ പരിശോധനയും നോക്കിയിട്ട് തീരുമാനിക്കണം എന്താ രോഗം. അങ്ങനല്ലേ ചെയ്യേണ്ടത്. അതേപോലെ എല്ലാ തെളിവുകളും വെച്ച് പരിശോധിച്ചിട്ടാണ് ഇമാമിങ്ങൾ നിയമം പറഞ്ഞത്. അറബി മുൻഷി പറഞ്ഞത് പോലെയല്ല. അതുകൊണ്ട് ഈ അറബി മുൻഷിമാരുടെ കൂടെ നിന്നാൽ ഇമാമിങ്ങൾ പോണ സ്വഹാബത്ത് പോണ സ്വർഗത്തേക്ക് എത്തൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ, ദീനിന്റെ പ്രബോധകരായി ജീവിക്കാൻ, സുന്നത്യമായത്തിന്റെ ആശയം പഠിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ഉസ്താദുമാര്, ആലിമീങ്ങള്, സയ്യിദന്മാര്, നേതാക്കന്മാര്, പ്രസ്ഥാന ബന്ധുക്കൾ, പ്രവർത്തകർ, നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രവർത്തകർ, എല്ലാവർക്കും അള്ളാഹു അതിനാവശ്യമായ ഹിമ്മത്തും മനക്കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ മൈക്കെടുത്തപ്പോ പറഞ്ഞു തുടങ്ങിയപ്പോ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ആളുകൾ ചോദ്യം ചോദിക്കാനൊക്കെ വേണ്ടി വന്ന് കയ്യ് പൊക്കി നിന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീ ഇപ്പൊ അറിഞ്ഞതിൽ വല്ല സംശയമുള്ളവരുണ്ടെങ്കിൽ മൈക്കൊക്കെ വരട്ടാ. ഈ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് നമ്മൾ ആരോടും പറയണില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. എനിക്കൊരു സമയമുണ്ട്. ആ സമയം വരെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാകും. അതുപോലെ തന്നെ കേൾവിക്കാരൻ ഉസ്താദ് ഉണ്ട്, വാടാനപ്പള്ളി ഉസ്താദ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ട്, മറ്റു ഉസ്താദുമാർ പലരും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്.
അങ്ങനൊക്കെ ഒരു ഉപകാരപ്രദമായ ചർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ആളുകൾക്ക് ദീൻ പഠിയും ഖബറിൽ രക്ഷപ്പെടാൻ പറ്റിയ വല്ലതും കിട്ടും. അല്ലാതെ വെറുതെ അതും ഇതൊക്കെ ചർച്ച ചെയ്ത് നിന്നാലേ നമ്മളെ സമയം കൊണ്ട് പോകുക എന്നല്ലാതെ ഒരു ഉപകാരവും ആർക്കും ഉണ്ടാവൂല. ആ നിലക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടത്. അള്ളാഹു ഖൈറിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.